a big fun. അയ്യോ ഒരുപാട് ചിരിച്ചു. രേണുകയുടെ സംസാരം കേൾക്കുമ്പോ വർഷങ്ങളായി രേണുക എന്റെ ഫ്രണ്ടായിരുന്നു എന്ന് തോന്നല എനിക്ക്. പ്രകാശേട്ടൻ വന്നല്ലോ. ഗുഡ് ഈവനിങ്. ഞാൻ മിസ്റ്റർ പ്രകാശിന്റെ ഭാര്യ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. എനിക്കൊരു നല്ല കൂട്ടുകാരിയെ കിട്ടി. പ്രകാശേട്ടന് രേണുക തരുന്ന കോംപ്ലിമെന്റ്സിന് കൈ കണക്കില്ല കേട്ടോ. ഭർത്താവിനെ പുകഴ്ത്തിയാൽ ഏത് ഭാര്യയും കസ്റ്റഡിയിലെടുക്കാം അല്ലേ മിസ്റ്റർ പ്രകാശ്? അച്ഛാ, ഈ ചോക്ലേറ്റ് ഈ ആന്റി കൊണ്ടുവന്നതാ. എത്ര വലിയ പെട്ടി, തിന്നാലും തിന്നാലും തീരൂല. എന്റെ ഉണ്ണിക്കുട്ടന് ഈ ആന്റി ഒരു ചോക്ലേറ്റ് ഫാക്ടറി പണിഞ്ഞു തന്നാലും അത് അധികമാവില്ല. അത്ര വലിയ സഹായമാ മോന്റെ അച്ഛൻ ഈ ആന്റിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എന്നാലും ഇത്രയും പണം ചെലവാക്കേണ്ടിയിരുന്നില്ല. പ്രകാശേട്ടൻ ഇത് കണ്ടോ, ഈ പാക്കറ്റിൽ 2 or 3 കാഞ്ചീപുരം സാരി ഉണ്ട്. രേണുക എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കണില്ല. ഞാൻ രേണുകയെ സഹായിച്ചു എന്നല്ലേ പറഞ്ഞത്? സഹായിക്കാൻ മനസ്സതിയുള്ള ആൾ കൈക്കൂലി വാങ്ങാൻ പാടില്ല. ഇത് കൈക്കൂലിയല്ല, എന്റെ സ്നേഹസമ്മാനമാണ്. ഇവരത് സ്വീകരിച്ചു കഴിഞ്ഞു. മിസ്റ്റർ പ്രകാശിന്റെ അച്ചടക്കത്തെ പറ്റി എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. ഗുഡ് നൈറ്റ്. വരട്ടെ. വലിയ പണക്കാരിയല്ലേ? പ്രകാശേട്ടൻ എങ്ങനെ ഇവരെ പരിചയപ്പെട്ടു? എത്ര നല്ല സ്ത്രീയാ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ അമ്മയും മോനും 2 കൈ നീട്ടി വാങ്ങും അല്ലേ? എത്ര വലിയ തെറ്റാ നിങ്ങൾ ചെയ്തതെന്നറിയാമോ? അച്ഛ ഇതൊന്ന് തുറന്നു തരുവോ? ആ സ്ത്രീ ലോൺ കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊണ്ടുവന്നാണല്ലേ? ഞാൻ അറിഞ്ഞില്ല. പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് തോന്നി അവരൊരു തറവാട്ടുകാരിയാണെന്ന്. പ്രകാശേട്ടൻ വിഷമിക്കണ്ട, ഞാൻ ഇതൊക്കെ ഇപ്പൊ തന്നെ കൊണ്ടുവന്ന് കൊടുത്തോളാം. അവരെനിക്ക് അഡ്രസ് തന്നിട്ടുണ്ട്. വേണ്ട, നീ അവിടെ പോണ്ട. സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാം. യെസ്, ഐ മസ്റ്റ് ഗോ. ചോക്ലേറ്റ് വിഷമാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം എന്റെ ഉണ്ണിക്കില്ല. ഈ സാരികൾ ശവം മൂടാനുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള കളങ്കം എന്റെ സുമതിക്കുമില്ല. നിനക്ക് മറ്റൊരു രേണുകയാവാൻ കഴിയുമെങ്കിൽ എനിക്ക് വേറൊരു പ്രകാശനമാകാൻ കഴിയും. അത് മറക്കണ്ട. സുമതി, ആ ടെലിഫോൺ ഒന്ന് എടുത്തു നോക്കൂ. ടെലിഫോൺ അടിക്കുന്നില്ലല്ലോ. ഇല്ലേ? മടങ്ങി വന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുക. പ്രകാശേട്ടന്റെ മനസ്സില് എന്തൊക്കെ കിടന്ന് കുഴങ്ങുന്നത് പോലെ. എന്തായാലും എന്നോട് പറയരുതോ? അങ്ങനെയൊന്നുമില്ല. ബാങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രകാശേട്ടന് ചെയർമാന്റെ അവാർഡൊക്കെ കിട്ടിയതല്ലേ? എല്ലാവർക്കും കണ്ണേടി കാണും. ദൃഷ്ടി കൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കാം. ഇത് ഞാൻ അങ്ങോട്ട് പറയണമെന്ന് ചിരിക്കുകയായിരുന്നു. നമുക്ക് നാളെ തന്നെ പോവാം. എനിക്ക് 7 ദിവസത്തെ ക്യാഷ്വൽ ലീവ് ബാക്കിയുണ്ട്. അമ്മ, നമ്മൾ എല്ലാവരും കൂടെ പോയ ലവ് ബേർഡ്സിനെ ആരെ നോക്കുക? നായ്ക്കുട്ടിക്ക് ആരെ തീറ്റ കൊടുക്കുക? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഒരു സന്തോഷ വാർത്ത പറയാൻ മറന്നു. രാധയുടെ ഭർത്താവ് കുടി നിർത്തിയത്രേ. വെരി ഗുഡ്. ഒരാഴ്ച ജോലിക്ക് പോകുന്നുണ്ട്. ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഞങ്ങൾ മടങ്ങി വന്നിട്ട് നീ തങ്കപ്പനെ ഒരു ദിവസം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ആ.
സമ്മാനം മടക്കിത്തന്ന നിന്റെ കൂട്ടുകാരിയാണ് സംസാരിക്കുന്നത്. ഐ എം രേണുക. ഇത് നിന്റെ ഭർത്താവിനുള്ള ആദ്യ പാഠം.